എല്ല, നോർത്താംപ്ടൺ, മെയ് 17, 2008. വസന്തത്തിന്റെ സുഗതമായ ആ ദിനം അവളുടെ അടുക്കളജനാലയ്ക്ക് പുറത്ത് പക്ഷികൾ പാടുന്നുണ്ടായിരുന്നു. ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു തുണ്ട് എന്നതിനപ്പുറം ഈ രംഗം അവൾ തന്റെ മനസ്സിൽ പലവട്ടം ഓടിച്ചു കണ്ടിട്ടുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിലെവിടെയോ ഒരിടത്ത് ഇപ്പോഴും സംഭവിക്കുന്ന നിത്യമായ നിമിഷമായിട്ടാണ് എല്ലയ്ക്ക് അതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്. ഒരു ശനിയാഴ്ച അപരാഹ്നത്തിൽ വൈകി ഉച്ചഭക്ഷണം കഴിക്കാൻ കുടുംബത്തിലെ എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയായിരുന്നു. തനിക്കേറ്റം ഇഷ്ടമായ കോഴിക്കാൽ ഫ്രൈ അവളുടെ ഭർത്താവ് പാത്രത്തിലേക്ക് കോരിയിടുന്നു. എവി തന്റെ കത്തിയും മുള്ളും ഒരു ഡ്രംസ്റ്റിക്ക് പോലെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. ഓർലിയാകട്ടെ 650 കലോറി ഒരു ദിവസം എന്ന ഭക്ഷണ നിയന്ത്രണം തെറ്റിക്കാത്ത വിധം എത്ര കഴിക്കണമെന്ന് കണക്കുകൂട്ടുകയും. തൊട്ടടുത്ത മൗണ്ട് ഹോളിയോക്ക് കോളേജിൽ ചേർന്നിട്ടേയുള്ളൂ ഷെനറ്റ്. തനിക്കുള്ള ബ്രെഡിൽ ക്രീം ചീസ് തേക്കുന്നതിനിടെ ചിന്തകളിൽ നഷ്ടമായ പോലെയാണ് അവളുടെ ഇരിപ്പ്. പേരുകേട്ട തന്റെ മാർബിൾ കേക്കുമായി എത്തിയ എസ്തർ ആന്റിയും ഉച്ചഭക്ഷണത്തിനായി അവർക്കൊപ്പം കൂടി. ഒത്തിരി ജോലികൾ ചെയ്യാൻ ബാക്കി കിടക്കുന്നുവെങ്കിലും എല്ല മേശ വിടാതെ അവിടെത്തന്നെ ഇരിക്കുകയാണ്. അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവസരമുണ്ടായിട്ടില്ല. ഈ ദിവസം ഇത് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള സുവർണാവസരമായിട്ടാണ് എല്ല കണ്ടത്. എസ്തർ, ഒരു വിശേഷമുണ്ട്. എല്ല അത് പറഞ്ഞിരുന്നോ? ഡേവിഡ് പൊടുന്നനെ ചോദിച്ചു. അവൾക്ക് നല്ലൊരു ജോലി കിട്ടി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദമുള്ള എല്ലയ്ക്ക് നോവൽ വലിയ ഇഷ്ടമായിരുന്നു. എങ്കിലും കോളേജ് വിട്ട ശേഷം അവൾ ആ രംഗത്ത് കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. വനിതാ മാസികകൾക്കു വേണ്ടി ചിലതൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു. ചില ബുക്ക് ക്ലബ്ബുകളിൽ പങ്കെടുത്തു. പ്രാദേശിക പത്രങ്ങൾക്കായി ഇടയ്ക്ക് ചില പുസ്തക നിരൂപണങ്ങളും നടത്തി. ഇത്രയും കഴിഞ്ഞാൽ തീർന്നു. പ്രമുഖയായ പുസ്തക വിമർശക ആയിത്തീരണമെന്ന് അവൾ ആഗ്രഹിച്ച സമയമുണ്ടായിരുന്നു. എന്നാൽ 3 കുട്ടികൾക്കൊപ്പം തീർത്താൽ തീരാത്ത വീട്ടുജോലികളുമായി കർമ്മോത്സുകമായ വീട്ടമ്മയാക്കി തന്നെ മാറ്റുന്ന ഒരിടത്തേക്കാണ് വിധി തന്നെ വലിച്ചുകൊണ്ടുപോയതെന്ന വസ്തുതയോട് പിന്നീട് അവൾ പൊരുത്തപ്പെടുകയായിരുന്നു. അവൾ ഒരു പരാതിയും പറഞ്ഞിരുന്നില്ല. അമ്മയായും ഭാര്യയായും പട്ടിക്കൊപ്പം നടത്തമായും വീട്ടുജോലികളായും അവൾ എപ്പോഴും തിരക്കിലായിരുന്നു. എല്ലാറ്റിലുമുപരിയായി അവൾക്ക് പണിയെടുത്ത് കുടുംബം പുലർത്തേണ്ടിയിരുന്നില്ല. സ്മിത്ത് കോളേജിൽ നിന്നുള്ള അവളുടെ ഫെമിനിസ്റ്റ് കൂട്ടുകാരികളൊന്നും അവളുടെ തിരഞ്ഞെടുപ്പിനോട് യോജിച്ചിരുന്നില്ലെങ്കിലും വീട്ടമ്മയായി പുരയ്ക്കകം കഴിയുന്നതിൽ അവൾ തൃപ്തയായിരുന്നു. അവളുടെ ഭർത്താവ് ആ ചെലവുകൾ വഹിക്കാനും ശേഷിയുണ്ടായിരുന്നു. മാത്രമല്ല, പുസ്തകങ്ങളോടുള്ള തന്റെ അഭിനിവേശം അവൾ ഒരിക്കലും ഉപേക്ഷിച്ചതുമില്ല. ആർത്തി പിടിച്ച ഒരു വായനക്കാരിയായിട്ടാണ് അവൾ സ്വയം വിലയിരുത്തിയതും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ മാറാൻ തുടങ്ങി. കുട്ടികൾ വളരുകയാണ്. അവർക്ക് പഴയപോലെ അമ്മയുടെ സഹായം വേണ്ടെന്ന് അവർ തന്നെ പറയാൻ തുടങ്ങി. തനിക്ക് ഒരുപാട് സമയം വെറുതെ കിട്ടുന്നുവെന്നും ആ സമയം തനിക്ക് ആരോടൊപ്പവും ചെലവഴിക്കാനില്ലെന്നും തിരിച്ചറിഞ്ഞതോടെയാണ് ഒരു ജോലി കണ്ടെത്തുന്നത് നന്നായിരിക്കുമെന്നും എല്ലയ്ക്ക് തോന്നിത്തുടങ്ങിയത്. ഡേവിഡ് അവളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ജോലിക്കാര്യത്തെപ്പറ്റി എപ്പോഴും പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നതല്ലാതെ കടന്നുവന്ന അവസരങ്ങളൊന്നും അവൾ പരിഗണിച്ചില്ല. പിന്നീട് അവസരങ്ങൾ അന്വേഷിച്ചു ചെന്നപ്പോഴാകട്ടെ തൊഴിലുടമകൾക്ക് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ഒരാളെയോ ജോലി പരിചയമുള്ള ആളെയോ ആയിരുന്നു വേണ്ടിയിരുന്നത്. വീണ്ടും വീണ്ടും പുറന്തള്ളപ്പെടുന്നതോർത്ത് പേടിച്ച് അവളാകട്ടെ ആ വിഷയം അങ്ങനെ തന്നെ വിട്ടുകളഞ്ഞു. ഇതൊക്കെയായെങ്കിലും ഇത്രയും വർഷങ്ങൾ ഒരു ജോലി കണ്ടെത്തുന്നതിൽ അവൾക്കുള്ള തടസ്സങ്ങൾ എന്തൊക്കെയായിരുന്നാലും 2008 മെയ്യിൽ അതെല്ലാം പ്രത്യക്ഷമായി. അവിചാരിതമായി എന്നു തന്നെ പറയണം. അവളുടെ 40ാം ജന്മദിനത്തിനു 2 ആഴ്ച നിൽക്കെ ബോസ്റ്റൺ ആസ്ഥാനമായ ഒരു സാഹിത്യ സ്ഥാപനത്തിൽ അവൾ ജോലി ചെയ്യാൻ ആരംഭിച്ചു. അവളുടെ ഭർത്താവാണ് തന്റെ ഇടപാടുകളിലൊരാൾ, അല്ലെങ്കിൽ ഒരുപക്ഷേ അയാളുടെ കാമുകിമാരിലൊരാൾ വഴി അവൾക്ക് ആ ജോലി സംഘടിപ്പിച്ചു കൊടുത്തത്. ഓ, അതൊരു വലിയ സംഭവമൊന്നുമില്ല, എല്ല വേഗം വിശദീകരിക്കാൻ തുടങ്ങി. ഒരു ലിറ്റററി ഏജന്റിന്റെ പാർട്ട് ടൈം റീഡർ മാത്രമാണ് ഞാൻ. എന്നാൽ ഡേവിഡ് ആകട്ടെ അവളുടെ പുതിയ ജോലി അത്ര നിസ്സാരമായി എഴുതിത്തള്ളാൻ വിടുന്ന മട്ടായിരുന്നില്ല. എന്താ ഇത്? അതൊരു പ്രശസ്തമായ സ്ഥാപനമാണെന്ന കാര്യം പറയൂ, അയാൾ അവളെ നിർബന്ധിക്കാൻ തുടങ്ങി. എന്നിട്ടും എല്ല കൂടുതലായി സംസാരിക്കാൻ വിസമ്മതിച്ചതോടെ അയാൾ ഹൃദ്യതയോടെ പറഞ്ഞു. എസ്തർ,
അതൊരു പേരുകേട്ട സ്ഥാപനമാണ്. മറ്റ് അസിസ്റ്റന്റുമാരെ നിങ്ങൾ കണ്ടുനോക്ക്. മികച്ച കോളേജുകളിൽ നിന്നും ഇപ്പോൾ പഠിച്ചിറങ്ങിയ പെൺകുട്ടികളും ആൺകുട്ടികളുമാണ്. വർഷങ്ങളായി വീട്ടമ്മയായിക്കഴിഞ്ഞ ശേഷം ജോലിക്കെത്തുന്ന ഒരേയൊരാൾ എല്ലയാണ്. ഇതിൽ ഇനി വെറുതെ വിനയം കാണിക്കേണ്ട. ഇത്രകാലം ഭാര്യയെ ജോലിക്ക് വിടാതെ പൂട്ടിവെച്ചതിന് ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ഭർത്താവിന് കുറ്റബോധമുണ്ടോ എന്ന് എല്ല വിചാരിച്ചുപോയി. അല്ലെങ്കിൽ തന്നെ ഇത്രകാലം വഞ്ചിച്ചു കൊണ്ടിരുന്നതിന് അയാളുടെ ആവേശം അണപൊട്ടി ഒഴുകുന്നതിന് ഈ രണ്ട് വിശദീകരണങ്ങൾ മാത്രമാണ് അവൾക്ക് കിട്ടിയത്. പുഞ്ചിരി വിടാതെ ഡേവിഡ് പറഞ്ഞവസാനിപ്പിച്ചു. ഇതിനെയാണ് ഞാൻ തൻ്റെടം എന്ന് വിളിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം അവളെയോർത്ത് അഭിമാനമാണ്. അവളൊരു സമ്മാനമാണ്. എന്നും അങ്ങനെയായിരുന്നു എന്ന് എസ്തർ ആന്റിയും പറഞ്ഞു. എല്ലാം മേശ വിട്ടെഴുന്നേറ്റു എങ്ങോട്ടോ പോയെന്ന മട്ടിൽ വിഷാദം നിറഞ്ഞ സ്വരത്തിലായിരുന്നു അത് പറഞ്ഞത്. എല്ലാവരും അവൾക്കു നേരെ സ്നേഹത്തോടെ ഉറ്റുനോക്കുകയായിരുന്നു. എവി പോലും നിഷേധ പരാമർശമൊന്നും നടത്തിയില്ല. ഓർലി തൻ്റെ രൂപത്തെപ്പറ്റിയല്ലാത്ത ഒരു കാര്യത്തിൽ ആദ്യമായി ശ്രദ്ധിച്ച പോലെ തോന്നി. ദയവായ്പിൻ്റേതായ ഈ നിമിഷത്തെ ആസ്വദിക്കാൻ എല്ല പരമാവധി ശ്രമിച്ചെങ്കിലും അവളുടെ ഉള്ളിൽ മുമ്പൊരിക്കലും തോന്നാത്ത ഒരു മടുപ്പ് നിറയുന്നുണ്ടായിരുന്നു. ആരെങ്കിലും വിഷയം മാറ്റിയിരുന്നെങ്കിൽ എന്ന് അവൾ രഹസ്യമായി പ്രാർത്ഥിച്ചുപോയി. അവളുടെ മൂത്ത മകൾ ഷെനറ്റ് ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാകണം. കാരണം അവൾ പൊടുന്നനെ ഇടപെട്ടു. എനിക്കും ഒരു നല്ല വാർത്ത പറയാനുണ്ട്. ആകാംക്ഷ മുറ്റിയ മുഖത്തോടെ എല്ലാ തലകളും അവൾക്കു നേരെ തിരിഞ്ഞു. സ്കോട്ടും ഞാനും വിവാഹിതരാകാൻ തീരുമാനിച്ചു, അവൾ പ്രഖ്യാപിച്ചു. എന്നിട്ട് തുടർന്നു. ഓ, എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്താണ് പറയാൻ പോകുന്നതെന്ന്. ഞങ്ങൾ ഇനിയും കോളേജ് പഠനം പൂർത്തിയാക്കിയിട്ടില്ല, സമയമായില്ല, അങ്ങനെ പലതുമല്ലേ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് തയ്യാറാണ്. തൊട്ടുമുമ്പുള്ള നിമിഷം നിലനിന്ന ഊഷ്മളത ആവിയായിപ്പോയ അടുക്കളമേശയ്ക്കുമേൽ വല്ലാത്തൊരു നിശബ്ദത വന്നു വീണു. ഓർലിയും എവിയും ശൂന്യമായ നോട്ടം കൈമാറി. ആപ്പിൾ ജ്യൂസ് നിറഞ്ഞ ഗ്ലാസ്സിൽ പിടിച്ച പിടി വിടാതെ മരവിച്ച പോലെ എസ്തർ ആന്റി ഇരുന്നു. തൻ്റെ വിശപ്പ് കെട്ടുപോയ ഡേവിഡ് പാത്രത്തിലേക്ക് ഫോർക്ക് തിരികെ വെച്ച ശേഷം വക്കുകളിൽ പുഞ്ചിരിരേഖകൾ പുരണ്ട തൻ്റെ നേർത്ത ചാരക്കണ്ണുകൾ കൂർപ്പിച്ച് ഷെനറ്റിനെ നോക്കി. അയാളുടെ ചുണ്ടുകളിൽ പുഞ്ചിരിയല്ലാത്ത മറ്റേതോ ഭാവമായിരുന്നു. വിനാഗിരി ഒരു കവിൾ കുടിച്ചിറക്കിയ മാതിരി അയാളുടെ വാക്കോടിയിരുന്നു. കൊള്ളാം, ഞാൻ വിചാരിച്ചു നിങ്ങൾ എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുമെന്ന്. പകരം എനിക്കു കിട്ടിയതോ ഈ തണുത്ത പ്രതികരണവും. ഷെനറ്റ് നിരാശപ്പെട്ടു. നീ ഇപ്പോൾ പറഞ്ഞത് നീ വിവാഹം ചെയ്യാൻ പോകുന്നുവെന്നാണ്. ഷെനറ്റിന് അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയില്ലെന്നും അത് അവളെ അറിയിക്കേണ്ടതുണ്ടെന്ന പോലെയായിരുന്നു ഡേവിഡ് സംസാരിച്ചത്. ഡാഡി, എനിക്കറിയാം ഇത് കുറച്ച് തിടുക്കത്തിലായതുപോലെ തോന്നുമെന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് സ്കോട്ട് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയത്. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ എന്തിന്? എല്ല ചോദിച്ചു. അതുപോലൊരു ചോദ്യമല്ല മകൾ പ്രതീക്ഷിച്ചിരുന്നതെന്ന് അവളുടെ നോട്ടത്തിൽ നിന്ന് എല്ലയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എപ്പോൾ, എങ്ങനെ എന്നീ രണ്ടു ചോദ്യങ്ങളിലൊന്നായിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നത്. രണ്ടായാലും അവൾക്ക് വിവാഹവസ്ത്രങ്ങൾ വാങ്ങുന്നതിന് ഷോപ്പിംഗ് തുടങ്ങണമെന്നാണ് അർത്ഥം. എന്നാൽ എന്തിന് എന്ന ചോദ്യം ആകപ്പാടെ അവളെ കൈയോടെ പിടികൂടിയ മറ്റൊന്നായിപ്പോയി. എന്തെന്നാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു, അതാ കാരണം. ഗർഭം കലർന്ന സ്വരത്തിലാണ് ഷെനറ്റ് അത് പറഞ്ഞത്. മോളെ, ഞാൻ ഉദ്ദേശിച്ചത് എന്തിനാണ് ഈ തിടുക്കമെന്നാണ്. എല്ലാം നിർബന്ധ ബുദ്ധിയോടെ തുടർന്നു. നീ ഗർഭിണിയോ മറ്റോ ആണോ? എസ്തർ ആന്റി കസേരയിലിരുന്ന് ഒന്ന് തിരിഞ്ഞു. അവരുടെ മുഖം കനത്തുനിന്നു. അവരുടെ ആദി പ്രകടമായിരുന്നു. ആന്റാസിഡ് ഗുളിക പോക്കറ്റിൽ നിന്നെടുത്ത് അവർ വായിലിട്ട് ചവയ്ക്കാൻ തുടങ്ങി. ഞാൻ ഒരു അമ്മാവനാകാൻ പോകുന്നു, ഇക്കിളിയിട്ടു ചിരിച്ചുകൊണ്ട് എവി പറഞ്ഞു. എല്ല ഷെനറ്റിൻ്റെ കയ്യിൽ മെല്ലെ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങളോട് നിനക്ക് എപ്പോഴും സത്യം പറയാം. നിനക്കറിയാം, ശരിയല്ലേ? എന്തായാലും ഞങ്ങൾ നിനക്കൊപ്പം നിൽക്കും. അമ്മ, ഇതൊന്ന് നിർത്തുമോ? എല്ലയുടെ കൈ തട്ടിമാറ്റി ഷെനറ്റ് പറഞ്ഞു. ഇത് ഗർഭവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. നിങ്ങൾ എന്നെ നാണം കെടുത്തുകയാണ്. ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എല്ല ശാന്തമായാണ് മറുപടി പറഞ്ഞത്. ശാന്തത എന്ന മാനസികാവസ്ഥയാണ് സമീപകാലത്ത് അവൾക്ക് എത്ര കഷ്ടപ്പെട്ടാലും എത്തിച്ചേരാനാവാത്ത അവസ്ഥ. എന്നെ അപമാനിച്ചുകൊണ്ട് എന്നല്ലേ ഉദ്ദേശിച്ചത്? ഞാനും സ്കോട്ടും തമ്മിൽ വിവാഹിതരാകുന്നുവെന്നത് ഞാനതിൽ പെട്ടുപോയതുകൊണ്ടാണെന്നു മാത്രമേ നിങ്ങൾക്ക് കാണാനാകൂ. ഞാൻ അവനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവനെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നതെന്ന കാര്യം ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? ഞങ്ങൾ 8 മാസമായി പ്രേമത്തിലാണ്. ഇത് വീണ്ടും എല്ലയെ വാചാലയാക്കി.
ഓഹോ, ഒരു പുരുഷന്റെ സ്വഭാവം 8 മാസം കൊണ്ട് നിനക്ക് പറയാനാകുമല്ലേ? നിന്റെ ഡാഡിയും ഞാനും